ഹലോ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കോണ്ടന്റ് ക്രിയേറ്റർ അലൻ ഫെലിക്സ് ആണ്. കുഞ്ഞെപ്പോഴും ഇതുപോലെ പണിയെടുത്താൽ മതിയാ. കുഞ്ഞിന് നീ ഒരു ആണല്ലേ, അതിന് മാത്രം ഈ വീട്ടിൽ എന്ത് പണിയാണ് നീ എടുക്കുന്നത്? നമ്മൾ ഈ കോണ്ടന്റ് ക്രിയേഷൻ പരിപാടിയിലേക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 4-5 മാസം. വളരെ പെട്ടെന്ന് തന്നെ പക്ഷെ റീച്ചായ ഒരാളും കൂടെ ആണ്. അഭിനയിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്, നന്നായിട്ടുണ്ട്. ഇപ്പോഴല്ല, ചെറുപ്പം തൊട്ടേക്ക് അഭിനയിക്കണം, പെർഫോം ചെയ്യണം. സ്കൂൾ വർക്ക് ചെയ്യുക, കഴിഞ്ഞ കൊല്ലം തൊട്ടിട്ട് ഒരു LP സ്കൂൾ അധ്യാപനം കൂടിയാണ്. അധ്യാപകനെ മാത്രമായി ജീവിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, നമുക്കിത് ചെയ്താൽ ഞാൻ കുറച്ചും കൂടി ഓക്കെ ആവുള്ളൂ. അവർ വേറെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ചെയ്തതൊന്നുമല്ല. അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, അഭിനയിക്കാൻ വേറെ സാധ്യതകളൊന്നും എനിക്ക് കിട്ടിയില്ല, സ്വയം ചെയ്തു തുടങ്ങാം. അപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആൾക്കാരിലോട്ട് എത്തി ആ ഒരു റീച്ച് വന്നു എന്നുള്ളത്. ഇല്ല, എനിക്കങ്ങനെ ഇപ്പോഴും എനിക്ക് ഭയങ്കര വണ്ടറാണ്. ഞാൻ ഇപ്പോഴും വണ്ടറടിച്ചിരിക്കും. എല്ലാവരും എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. ഞങ്ങളത് പേപ്പറിലേക്ക് ആക്കും. ഇന്നതൊക്കെ വേണം, ഇന്ന ഡയലോഗൊക്കെ വേണം. പിന്നെ ബാക്കിയുള്ളത് അവിടെ എത്തിയിട്ട് ഇംപ്രൈസേഷൻ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇമോഷണൽ സാധനം ചെയ്ത് നോക്കിയപ്പോൾ അതും ഭാഗ്യത്തിന് വർക്കായി. അപ്പോൾ എല്ലാം ചെയ്യണം, എനിക്ക് അതും ഇതും എല്ലാം ചെയ്യണം. ഹായ് ഹലോ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കോണ്ടന്റ് ക്രിയേറ്റർ അലൻ ഫെലിക്സ് ആണ്. ഹലോ അലൻ. ഹലോ. നമസ്കാരം. ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങാം. സുഖമാണ്. ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഈ കോണ്ടന്റ് ക്രിയേഷൻ പരിപാടിയിലേക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 4-5 മാസം. നമ്മൾ മാർച്ച് ലാസ്റ്റാണ് ഫസ്റ്റ് വീഡിയോ കേട്ടത്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ പക്ഷെ റീച്ചായ ഒരാളും കൂടെ ആണ്. നോർമലി കോണ്ടന്റ് ക്രിയേഷനിലോട്ട് ഇറങ്ങി പലരുടെയും ഒരു സ്ട്രഗിൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പണ്ട് തൊട്ടേ വീഡിയോസ് ഇടുന്നുണ്ട്. റീച്ചായി തുടങ്ങിയത് ഇപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടാണ്. പക്ഷെ അലനെ നോക്കിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് റീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഫുൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അല്ല സോഷ്യൽ മീഡിയ അൽഗോരിതം ഒക്കെ പഠിച്ച് അങ്ങനെ റീച്ച് വന്നതാണോ? ഇല്ല, എനിക്ക് അഭിനയിക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്, നന്നായിട്ടുണ്ട്. ഇപ്പോഴല്ല, ചെറുപ്പം തൊട്ടേക്ക് അഭിനയിക്കണം, പെർഫോം ചെയ്യണം. പക്ഷെ അതിന് പറ്റിയ സാധ്യതകൾ ഇല്ലായിരുന്നു. കുറേ ഓഡീഷനും കാര്യങ്ങളൊക്കെ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സ്കൂൾ വർക്ക് ചെയ്യുക, കഴിഞ്ഞ കൊല്ലം തൊട്ടിട്ട് ഒരു LP സ്കൂൾ അധ്യാപനം കൂടിയാണ്. അപ്പോൾ അധ്യാപകനെ മാത്രമായി ജീവിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമുണ്ടല്ലോ, നമുക്കിത് ചെയ്താൽ ഞാൻ കുറച്ചും കൂടി ഓക്കെ ആവുള്ളൂ. അങ്ങനെ എന്തെങ്കിലും നമുക്ക് ചെയ്യാം എന്ന് കരുതിയിട്ട് കഴിഞ്ഞ മാർച്ചിലൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ നമ്മൾ പോലും വിചാരിക്കാതെ റീച്ച് ചെയ്യും. ഫസ്റ്റ് വീഡിയോ. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ചക്കട്ടും മുതൽ എത്തും എന്നുള്ള പരിപാടിയായിരുന്നു. പിന്നെ അതിനുശേഷം ഒന്നുകൂടെ ചെയ്തു നോക്കി, പരിപാടി നടക്കുന്നുണ്ടോ, നമ്മളെ കൊണ്ട് പറ്റിയ പരിപാടിയാണോ. എൻ്റെ റീലിന് വേറെ രീതിയാണല്ലോ, ആൾക്കാർ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന രീതിയാണ്. അതും വർക്കായി. എന്തോ ഭാഗ്യം കൊണ്ട് എല്ലാവരും കാണുന്നത് കൊണ്ട് ഇൻസ്റ്റാഗ്രാമിലും കുഴപ്പമില്ലാതായി. പിന്നെ കഴിഞ്ഞ 2.5 മാസമായിട്ടുള്ളൂ നമ്മൾ യൂട്യൂബ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. യൂട്യൂബിൽ ഇപ്പോൾ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ പോകും. എല്ലാം വളരെ പെട്ടെന്ന്. അവര് വേറെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ചെയ്തതൊന്നുമല്ല. അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, അഭിനയിക്കാൻ വേറെ സാധ്യതകളൊന്നും എനിക്ക് കിട്ടിയില്ല, സ്വയം ചെയ്തു തുടങ്ങാം. പഠിക്കാലോ, എനിക്കും ചെയ്ത് പഠിക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. അങ്ങനെ ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ കുറച്ചും കൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലെ വിളിച്ചപ്പോൾ തന്നെ അലൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പ്രൊഫൈലും എല്ലാം അയച്ചായിരുന്നു, എൻ്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ എന്നുള്ള ആ ഒരു ഞെട്ടലുണ്ടായിരുന്നു. അതിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഫീഡിൽ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അലനൊരു ഇതുണ്ടായിരുന്നല്ലോ. അത് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആൾക്കാരിലോട്ട് എത്തി ആ ഒരു റീച്ച് വന്നു എന്നുള്ളത്. ഇല്ല, എനിക്കങ്ങനെ ഇപ്പോഴും, കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്ത്, നമ്മൾ കഷ്ടപ്പെടില്ല എന്നല്ല, കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്ത് 1-2 കൊല്ലം കൊണ്ടൊക്കെയാണ് അത്യാവശ്യം റീച്ചിലേക്ക് എത്തുന്നതും പരിപാടിയൊക്കെ. നമ്മൾ ഒരുപാട് റീച്ച് എത്തി എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും ഒരു 4-5 മാസം കൊണ്ട് ഇത്രയും പേര് വീഡിയോ കാണാൻ, ചില ആൾക്കാർ വിളിച്ച് നമ്മളോട് പറയും, ചില സജഷൻസ് പറയും. ഇതൊക്കെ എനിക്ക് ഭയങ്കര വണ്ടറാണ്. ഞാൻ ഇപ്പോൾ വണ്ടറടിച്ചിരിക്കുകയാണ്. എല്ലാം കോമഡി റീൽസ് ആണ് കൂടുതലും കാണുന്നത്. അതിൻ്റെ ഇടയിൽ ഇമോഷണൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഹ്യൂമൻ ഫീലിങ്സ് അങ്ങനത്തെ ഉള്ളത് പോകുന്നുണ്ട്. ഈ കോമഡി ആണോ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ഫോക്കസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ നോക്കിയപ്പോൾ റീല് കാണുന്ന ആൾക്കാർ, ഇപ്പം ഞാൻ അടക്കമുള്ള ആൾക്കാർ റീല് കാണുമ്പോൾ എന്തെങ്കിലും രസമുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ കണ്ടിരിക്കുക, വീണ്ടും സ്വൈപ്പ് ചെയ്യുക, ഈ പരിപാടിയാണ്. അപ്പം ഞങ്ങൾ ആദ്യം ചെയ്തപ്പോൾ ഒരു കോമഡി സാധനമാണ് വർക്കായത്. അപ്പോൾ എനിക്ക് ഈ കോമഡി ചെയ്ത് തോന്നും എനിക്കറിയില്ല, ഞാൻ ചെയ്യുന്ന കോമഡിയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവൂ എന്നും എനിക്കറിയില്ല. അപ്പോൾ അത് റീച്ച് കിട്ടിയപ്പോൾ അതിനെ ഫോളോ ചെയ്ത് കുറച്ച് വീഡിയോസ് വന്നു. പക്ഷെ എനിക്ക് എല്ലാം ചെയ്യണം എന്നുണ്ട്, എല്ലാം ചെയ്ത് പഠിക്കണം എന്നുണ്ട്. ചെയ്യാന്നല്ല, പഠിക്കാൻ വേണ്ടി എല്ലാം ചെയ്യണം എന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇമോഷണൽ സാധനം ചെയ്ത് നോക്കിയപ്പോൾ അതും ഭാഗ്യത്തിന് വർക്കായി. അപ്പോൾ എല്ലാം ചെയ്യണം, എനിക്ക് അതും ഇതും എല്ലാം ചെയ്യണം എന്നുണ്ട്. ഇതിൻ്റെയൊക്കെ മാസ്റ്റർ മൈൻഡ് ആരാണ്? എനിക്ക് ഒരു സുഹൃത്തുണ്ട്, ആളും അധ്യാപകനാണ്. ഞാനും അവനും കൂടെ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത്. അതിനുശേഷം അത് ഒരു ചെറിയ സ്ക്രിപ്റ്റ് പോലെ ആക്കും. എല്ലാവരും എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. ഞങ്ങളത് പേപ്പറിലേക്ക് ആക്കും. ഇന്നതൊക്കെ വേണം, ഇന്ന ഡയലോഗൊക്കെ വേണം. പിന്നെ ബാക്കിയുള്ളത് അവിടെ എത്തിയിട്ട് ഇംപ്രൈസേഷൻ. ടോട്ടൽ എല്ലാത്തിൻ്റെയും സീൻ ബൈ സീൻ സ്ക്രിപ്റ്റ് എല്ലാം അങ്ങനെ എഴുതും. ഇല്ലെങ്കിൽ ഒരു ധൈര്യക്കുറവാണ്. കാരണം ഫസ്റ്റ് 2 വീഡിയോ വർക്കായപ്പോൾ ആൾക്കാർ കാണുന്നുണ്ട്, അതിൻ്റെ ഒരു രസവും കിട്ടി ഞങ്ങൾക്കും.
ഇങ്ങനെ ആൾക്കാർ വിളിച്ചൊക്കെ പറയുന്നു, നമ്മൾ അഭിനയിച്ചിട്ടൊരാൾ വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സമാധാനം ഉണ്ടാവില്ല. ആ സമാധാനത്തിന് വേണ്ടിയുള്ളതൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ പിന്നെ ഞങ്ങളത് സ്ക്രിപ്റ്റ് ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ അത് എഴുതുമ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ചിരിയും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകും. ചില സാധനങ്ങൾ ചെയ്തിട്ട് വർക്കാവാത്ത ഞങ്ങൾ കളഞ്ഞിട്ടുണ്ട്. ഷൂട്ട് ചെയ്തിട്ട് ഇടാതിരുന്നിട്ടുണ്ട്. പേടിച്ചിട്ടാ. അത് ശരി. ഈ കണ്ട ആൾക്കാർ ഇനി കാണൂലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്നായിരുന്നല്ലോ, ഞാൻ പറഞ്ഞില്ലേ 4-5 മാസം കൊണ്ട് ഇത് അവിടെ നിലനിൽക്കുക എന്നുള്ളൊരു സംഭവം കൂടി ഉണ്ടല്ലോ. അപ്പൊ ഇതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറിയോ ഇപ്പൊ ശരിക്കും? അതായത് കാണുന്ന പ്രേക്ഷകൻ അവരെ ഓരോ വീഡിയോയിലും അവരെ കൂടുതൽ ഇഷ്ടപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ദൗത്യമുണ്ടല്ലോ. സോ അതിൽ എത്രത്തോളം ഇപ്പൊ റെസ്പോൺസിബിൾ ആയി മാറിയിട്ടുണ്ട്? ഞങ്ങള് വൈകുന്നേരം 4:30 സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒരു 10 മണി വരെ ഞങ്ങൾ എല്ലാ ദിവസവും ഇരിക്കും. ഞങ്ങളുടെ ചർച്ചകളും പരിപാടികളൊക്കെ ആയിട്ട് ഞാനും അശ്വാഖ് എന്ന് പറയുന്ന സുഹൃത്തും കൂടെ ഇരിക്കും. ശനി ഞായർ ദിവസങ്ങളിലൊക്കെയാണ് ഷൂട്ട്. പിന്നെ വിദ്യാഭ്യാസ കലണ്ടറാണ് നമ്മുടെ ഷൂട്ടിന്റെ ഡേറ്റ് ഒക്കെ ചാർട്ട് ചെയ്യണത്. നേരത്തെ ലീവുകളൊക്കെ ഓൾറെഡി ഇതിലുണ്ടാവും വിദ്യാഭ്യാസ കലണ്ടറിൽ. അപ്പോൾ അത് വെച്ചിട്ട് ഞങ്ങൾ പറയാം 27-ാം തീയതി ലീവ് വരുന്നുണ്ട്, നമുക്ക് അന്ന് തന്നെ ഒരു സാധനം പ്ലാൻ ചെയ്യാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം മാക്സിമം നമ്മൾ 100% ഇട്ടിട്ട് തന്നെയാണ് പരിപാടി ചെയ്യുന്നത്. പണി എടുത്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിലും ഓക്കെ, നമ്മളത് ചെയ്യാതിരിക്കുക. കാരണം ഞാൻ കുറേ കാലം വെറുതെ ഇരുന്നു. അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, ഇടയ്ക്ക് എറണാകുളം വരും, എന്തെങ്കിലും ഓഡീഷൻ അറ്റൻഡ് ചെയ്യും, ഒന്നും വർക്കാവില്ല, തിരിച്ചു പോകും. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു സാധ്യത കിട്ടിയ സ്ഥിതിക്ക് നന്നായിട്ട് തന്നെ ഇത് ഉപയോഗപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇതിനിടയ്ക്ക് സിനിമയിലും മുഖം കാണിച്ചിരുന്നല്ലോ. സുലേഖ മനസ്സിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലായിരുന്നു ഷൂട്ട്. അഷ്റഫുക്ക അവരൊക്കെ അറിയുന്ന ആൾക്കാരാണ്. പിന്നെ അതിൽ അസോസിയേറ്റ്സും ADs ഒക്കെ നമ്മൾ അറിയുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ഈ ചെറിയ ആഡുകൾക്കൊക്കെ AD ആയിട്ടൊക്കെ പോയിരുന്നു. ആ വഴി ഒരു റോൾ എന്നാണ് ഉദ്ദേശം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നാട്ടിലൊരു പരിപാടി വന്നു. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് വായോ എന്ന് പറഞ്ഞ് എന്തോ ഭാഗ്യത്തിന് ഒരു ഡയലോഗ് കിട്ടി. ഞാൻ ആദ്യമായിട്ട് എൻ്റെ മുഖം സ്ക്രീനിൽ കണ്ടു. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ ഈ കണ്ടൻസിന്റെ നോക്കിക്കഴിഞ്ഞാൽ മാരീഡ് അല്ലല്ലോ, അല്ല സിംഗിൾ ആണ്. ഓക്കെ, പക്ഷെ വീഡിയോസ് കാണുമ്പം ഇപ്പം കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളു. അത് ഫണ്ണി ആയിട്ടും അല്ലാതെ ഇപ്പം ആൻസൈറ്റി ആയിക്കോട്ടെ, ഗർഭാനന്തര ജീവിതം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. എങ്ങനെയാണ് അപ്പോൾ ഈ മാരീഡ് അല്ലാത്ത ഒരാൾക്ക് അങ്ങനത്തെ ഏരിയയും കൂടെ കവർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ആ ഒരു ടെക്നിക്ക് എന്തായിരിക്കും? അതെനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഈ ഗർഭിണിയുടെ വീഡിയോ ഒക്കെ എന്താ വെച്ചാൽ കണ്ടന്റ് പറയണം. നമ്മൾ വെറുതെ നമുക്ക് ഹ്യൂമർ വർക്കൗട്ട് ചെയ്യാൻ, കോമഡി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വെറുതെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇടുക, അങ്ങനെയൊന്നും വേണ്ടാന്നുണ്ടായിരുന്നു. ഒരു ഡബിൾ മീനിങ് കോമഡികൾ യൂസ് ചെയ്യുക പരിപാടി. കാരണം ഞാൻ അധ്യാപനം കൂടി ആയതുകൊണ്ട് എൻ്റെ സ്റ്റുഡൻറ്റ് 3ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, എൻ്റെ കുട്ടികളും അവരുടെ പേരൻസ് ഒക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഈ ഒരു കപ്പിൾ വീഡിയോസിലാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതിനൊരു കുഴപ്പമില്ലാത്തൊരു റീച്ച് കിട്ടിയപ്പോൾ അതിങ്ങനെ ത്രൂട്ട് പോയതാണ്. ഈ ഗർഭിണിയുടെ വീഡിയോ നമുക്ക് അത്യാവശ്യം റീച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു. 10 മില്യൺ വ്യൂസിൻ്റെ അടുത്ത് കിട്ടി ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ അതിൽ ഞങ്ങൾ വെറുതെ ഒരു പരിപാടി പറയുകയല്ല, അതിലൊരു മിത്തുകൾ പറഞ്ഞു പോകുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ അതിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഗർഭിണികൾ വെള്ളം കുടിച്ചാൽ കുട്ടി വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന. അത് ശരിക്കും പൊട്ട ധാരണയാണ്. ഉച്ചയ്ക്ക് അതേപോലെ ഗർഭിണികൾ ഉച്ചയ്ക്ക് കിടന്നുറങ്ങാൻ പാടില്ല. അപ്പൊ അതൊക്കെ ഒരു മിത്ത് പൊളിച്ചെഴുത്തും കൂടി ഇതിൽ നടക്കുന്നുണ്ട്. ആഫ്റ്റർ പ്രസവവും ഉണ്ടായിരുന്നു, പ്രസവിച്ചു കഴിഞ്ഞിട്ട് കുട്ടീനെ ഭർത്താവ് കാണാൻ പാടില്ല. അങ്ങനെയൊക്കെ ശരിക്കും അങ്ങനെയൊക്കെ ചില നാട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്. നാടേതാന്ന് പറയുന്നില്ല, എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഉച്ചയ്ക്കൊന്നും കിടന്നുറങ്ങരുത്, ഈ ഗർഭിണികൾ ഉച്ചയ്ക്ക് കിടന്നുറങ്ങാൻ പാടില്ല, പിന്നെ ഗർഭിണികൾ ഉച്ചയ്ക്ക് ഇരുന്ന് തല ചീകാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും ഒരു പൊട്ട ധാരണയാണ്. അപ്പൊ അതൊരു കോമഡി രീതിയിൽ അവതരിപ്പിച്ചു. അപ്പൊ അത് കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും, എന്നാൽ നമ്മുടെ ഉദ്ദേശം നടക്കുകയും ചെയ്യും. അതെ, ഈ ആൻസൈറ്റിയുടെ കാര്യങ്ങളാണെങ്കിലും അതും ഒരു കോമഡി രീതിയിൽ തന്നെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ആവുന്ന ഒരു വിഷയമാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതിനെ ഒരു ഫണ്ണി വേയിലേക്ക് മാറ്റുമ്പോൾ അതെങ്ങനെ പോകും? അതിന്റെ പ്രോസസ്സും ശ്രദ്ധിക്കും അതിൽ. കാരണം ഇത്തരം സബ്ജക്റ്റുകൾ നമ്മളെടുത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്താലും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല, നമ്മളെ വീഡിയോ കണ്ടിട്ട് പോസിറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ. അപ്പോൾ ആൻസൈറ്റി ഒക്കെ എടുത്ത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഒരാളെയും നമ്മൾ അതുകൊണ്ട് സങ്കടപ്പെടുത്തരുത്. കാരണം ആൻസൈറ്റി അനുഭവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടത്തിൽ നിന്നുണ്ട്. അപ്പോൾ അത് അവർക്കൊരു നെഗറ്റീവായിട്ട് തോന്നരുത്. പക്ഷെ എന്നാലും എനിക്ക് കുറച്ച് അഭിപ്രായങ്ങൾ വന്നിരുന്നു. കുറച്ച് പേര് പറഞ്ഞിരുന്നു നിങ്ങളിങ്ങനെ കാണിക്കാൻ പാടില്ല, ഇത് അനുഭവിക്കുന്നവരുടെ പ്രഷർ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങളങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തെ ഇങ്ങനെ പറഞ്ഞതല്ല, പക്ഷെ ഞങ്ങളത് രസമായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഓക്കെയാണ്, ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഉള്ളായിരുന്നു മറവിയുടെ. അത് റിയൽ ലൈഫിൽ നിന്ന് എല്ലാം ചൂണ്ടിയെടുത്തതാണോ? മറവി കുറച്ച് പ്രശ്നമാണ്. എനിക്ക് മറവിയുണ്ട്. അപ്പോൾ
അത് മറവി ഞങ്ങൾ 2 വട്ടം ഷൂട്ട് ചെയ്തു. 2 വട്ടം ഷൂട്ട് ചെയ്തിട്ടും അത് ആർട്ടിസ്റ്റിൻ്റെ കുഴപ്പമൊന്നുമല്ല, വർക്കായില്ല. ഞങ്ങളത് ഇറക്കിയില്ല. ലാസ്റ്റാണ് അഖിലേൻ്റെ കൂടെയാണ് മറവി. അല്ല മറവി മടി വേറെ ഉണ്ട്. അപ്പോൾ മറവി അഖിലേൻ്റെ ഹസ്ബൻഡ് PP നമ്മുടെ ഒരു സുഹൃത്താണ്. ഇവരൊക്കെ നമ്മളൊരു സുഹൃത്ത് വലയങ്ങളിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം നമുക്കും, കാരണം അങ്ങനെ ഒരാളെ വെച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു സാധ്യതയാണ്, എനിക്കൊരു അവസരമാണ്. അപ്പോൾ അത് ഞങ്ങൾ നന്നായിട്ടിരുന്ന് സ്ക്രിപ്റ്റിൽ കുറച്ചും കൂടി ഇരുന്ന് അങ്ങനെ ചെയ്ത പരിപാടിയാണ്. എങ്കിലേക്ക് അറിയില്ല, അത് 2 വട്ടം ഷൂട്ട് ചെയ്തിട്ട് 3ാമത്തെ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഇതിലൂടെ ആയിരിക്കുമല്ലേ അറിയുന്നത്, അറിഞ്ഞാണ് നമുക്ക് റീലും കൂടെ കട്ട് ചെയ്തുകൂടാ. അപ്പോൾ ഓക്കെ, ഈ സ്റ്റുഡൻസ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്താ പറയാറുള്ളത്? സ്റ്റുഡൻസ് ഇപ്പം നമ്മൾ ഈ അധ്യയന വർഷത്തിലാണ് കുട്ടികൾ നമ്മൾ വീഡിയോസ് ഇൻസ്റ്റയിലായിരുന്നു നമ്മൾ ആദ്യം വീഡിയോ ഇട്ടിരുന്നത്. യൂട്യൂബിലേക്ക് എത്തിയപ്പോൾ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തി. യൂട്യൂബ് വീട്ടിൽ എങ്ങനെ പോയാലും 4 or 5 മൊബൈലുകൾ ഉണ്ടെങ്കിൽ അതിലൊക്കെ യൂട്യൂബ് കിട്ടും. അപ്പോൾ സ്റ്റുഡൻസ് അവർ ഭയങ്കര അടിപൊളിയാണ്. ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് മാഷ കണ്ണിൽ ഇടിയിട്ടി, മാഷ് മുണ്ട് ഇവിടെ വെച്ച് കൊടുത്തു, ഇങ്ങനത്തെ പരിപാടികളാണ് കുട്ടികൾക്ക് ഇഷ്ടം. ഇപ്പോൾ ചില ഹോംവർക്കൊക്കെ എഴുതാത്ത നമ്മൾ ചോദിക്കും, എന്താ ഈ ഹോംവർക്ക് എഴുതാത്തെന്നൊക്കെ ചോദിച്ചാൽ പറയും, മാഷ് ഇന്നലെ മാഷ വീഡിയോ ഞാൻ കണ്ടിരുന്നത്. ഞാൻ പറയും കുഴപ്പമില്ല, നാളെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ക്ലാസ്സിലൊക്കെ. അപ്പോൾ കുട്ടികളും പേരൻസും പിന്നെ ഒപ്പം വർക്ക് ചെയ്യുന്ന ടീച്ചർമാരെല്ലാവരും സപ്പോർട്ടാണ്. ഒരാളും ഇത് തടസ്സപ്പെടുത്തേണ്ട പ്രശ്നങ്ങളൊന്നും ഇതിന് വന്നിട്ടില്ല. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ തന്നെയാണ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറുപ്പം തൊട്ട് നാടകങ്ങൾ ചെയ്യും, കുട്ടികളുടെ നാടകങ്ങൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് അറിയാം എനിക്ക് ഇഷ്ടപ്പെട്ട മേഖല ഇതാണ് എന്നറിയാം. അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഈ അധ്യാപന ജീവിതത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഒരു മാഷിന്റെ ഒരു ജീവിതം തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു നല്ല സൈഡും ഡാർക്ക് സൈഡും വെച്ചിട്ട്. അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് കുട്ടികളുടെ അടുത്ത് നിൽക്കുന്ന ആളാണോ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമുക്കിപ്പോൾ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ അവർ രാവിലെ വന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്നവരെ അവരെ പേരൻസ് നമ്മളാണ് സ്കൂളിൽ. കാരണം ചെറിയ കുട്ടികളാണ്, അവർക്ക് നമ്മൾ വേണം ക്ലാസ്സിൽ. അതുകൊണ്ട് ലീവ് എടുത്ത് വീഡിയോ ഷൂട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ റീലിന് വേണ്ട ചെറിയ ചെറിയ മസാലകൾ നമ്മൾ ചേർത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒട്ടുമുക്ക അധ്യാപകരുടെയൊക്കെ ഒരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് അധ്യാപക ഗ്രൂപ്പുകളിലൊക്കെ ഈ വീഡിയോ വന്നിരുന്നു. ഒരുപാട് അധ്യാപകർ, കാരണം അവർക്ക് പറയാനുള്ള കാര്യം ചിലപ്പോൾ ഇതേപോലെ പറഞ്ഞ പ്രശ്നമാകും. അപ്പോൾ ഈ റീൽ അയച്ചു കൊടുക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അത് രണ്ട് വീഡിയോ ചെയ്തു നമ്മൾ ആ ഒരു പാറ്റേണിൽ, 2ഉം വർക്കായി. ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്? ഞാൻ 3ാം ക്ലാസ്സിൽ എല്ലാ സബ്ജക്റ്റും എടുക്കണം, LP എല്ലാ സബ്ജക്റ്റും എടുക്കണം. ഓ അടിപൊളി. ഓക്കെ, സോ അപ്പം അലൻ്റെ ഒരു സ്റ്റാർട്ടിങ് ലൈഫ് ജേർണിയെ പറ്റി ഒന്ന് പറയാം. ഇപ്പം ഈ ഒരു ടീച്ചിങ് കരിയറിലേക്ക് തിരിഞ്ഞു, അതിനു മുന്നേ ആക്ടിങ് ആയിരുന്നു പാഷൻ. സോ ആ ഒരു ജേർണി ഫുൾ എങ്ങനെയായിരുന്നു, ആക്ടിങ് ആൻഡ് ടീച്ചിങ് ഒരുമിച്ച് വന്നതിൻ്റെയൊക്കെ? ഞാനൊരു 4ാം ക്ലാസ്സൊക്കെ തൊട്ട് നമുക്ക് നാടകങ്ങൾ ചെയ്യുക, ഒറ്റയ്ക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാണ്. നാടകമാകുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ നാടകങ്ങൾ ചെയ്തു. പിന്നെ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ഒക്കെ നമ്മൾ നാടകങ്ങൾ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും അഭിനയിക്കാൻ എന്തെങ്കിലും അവസരം കിട്ടുക, എവിടെയെങ്കിലും അഭിനയിക്കാൻ പറ്റുക എന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പോഴും അത് തന്നെയാണ് ആഗ്രഹം. പിന്നെ കോവിഡ് സമയത്താണ്, കാരണം ഇതുകൊണ്ട് മാത്രം മാമുണ്ണാൻ പറ്റില്ല. ഞാൻ അവിടെ എറണാകുളത്തുണ്ടായിരുന്നു, ഊബർ ഈറ്റ്സ് ഓടിക്കൽ, പിന്നെ സെലിബ്രിറ്റി മാനേജ്മെൻറ്റ്, ക്രൗഡ് സപ്ലൈ, അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ കോവിഡ് സമയത്താണ് ഞാനിങ്ങനെ DLED ജോയിൻ ചെയ്തത്. അതിനുശേഷം കഴിഞ്ഞ കൊല്ലമാണ് ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ ഓഡീഷന് പോവുക, നാടകങ്ങൾ ചെയ്യുക. ഇപ്പോൾ നമ്മളെയൊക്കെ നാടകങ്ങൾ പഠിപ്പിച്ച അനീഷ് G മേനോൻ എന്നൊക്കെ പറയുന്ന ദൃശ്യം സിനിമയിലൊക്കെ ലാലേട്ടൻ്റെ അളിയനായിട്ട് അഭിനയിച്ച അനീഷേട്ടൻ, പിന്നെ ശരത്തേട്ടൻ, റിയാസ്ക, പിന്നെ മധുരത്തിൻ്റെ ഒക്കെ റൈറ്റർ ആഷിഖ് കൈമർ, ഇവരൊക്കെ ആയിരുന്നു നമ്മളെ മലപ്പുറത്തെ നാടക പ്രവർത്തകരും. അപ്പോൾ അവരൊക്കെയാണ് നമ്മുടെ നാടകം ചെയ്യാനും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്തതൊക്കെ. നാടകങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. പിന്നെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നു. കുറേ ഓഡീഷനൊക്കെ പോയിട്ടൊന്നും വർക്കായില്ല. അപ്പോൾ സാധ്യതകളില്ലാത്തതുകൊണ്ട് ഇനി നമുക്ക് സാധ്യത ഉണ്ടാക്കി അഭിനയിച്ച് പഠിക്കാം എന്നാണ് ഉദ്ദേശം. എവിടെയെങ്കിലും വെച്ചൊരു അവസരം കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ കണ്ടന്റ് ക്രിയേഷനിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയായിരിക്കും? ഞാൻ അതിന്റെ ഒരു ചെറിയ ഭാഗമായിട്ട് വന്നിട്ടുള്ള അറിയില്ലല്ലേ? അല്ല, ഭയങ്കര രസമല്ലേ? കാരണം എന്ത് രസമായിട്ട് ഒരു പരിപാടികൾ ചെയ്യണം. എനിക്ക് അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഞങ്ങൾ പഠിച്ചു വരുന്നുണ്ട്, നമ്മളും ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വീഡിയോസൊക്കെ. പിന്നെ ഷാരിഖ് ബ്രോന്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണ്. പക്ഷെ മെയിൻലി എനിക്ക് യുറേക്ക കട്ട ഫാനാണ് അവരുടെ. കാരണം ഒരുപാട് അഭിനയിക്കാനുള്ള സാധ്യതയും എന്തൊക്കെയോ ഒരു വൻ പരിപാടിയല്ലേ. അപ്പം അങ്ങനെ ചെയ്യണം എന്നുണ്ട്. ഞാനത് പഠിക്കും.
എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ ഈ ബാക്കി ഇപ്പം ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണല്ലോ. അവർ ചെയ്ത കണ്ടന്റിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് വേണം എപ്പോഴും ചെയ്യാൻ. അത് ഭയങ്കര ഒരു ടാസ്ക് ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ചിലപ്പോൾ കോണ്ടെക്സ്റ്റ് സെയിം ആയിരിക്കും, അവതരിപ്പിക്കുന്ന രീതി ആയിരിക്കും മാറുന്നത്. സോ അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? സബ്ജക്റ്റുകൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സബ്ജക്റ്റുകളും ഇതിനു മുമ്പ് ഒന്നാക്കി തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണെന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ആൾക്കാരൊക്കെ ചെയ്ത അതേ സാധനങ്ങൾ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ നമ്മുടെ ഒരു ഫ്ലേവർ വെച്ച് നമ്മൾ ആ സ്പോട്ടിൽ ഇംപ്രവൈസേഷനും കാര്യങ്ങളൊക്കെ വെച്ച് മാറ്റി പിടിക്കുമ്പോൾ കൂടി വർക്കായി വരുന്നുണ്ട്. നിലവിൽ ഇതുവരെ കുഴപ്പമില്ലാതെ വർക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റഡി നടത്തില്ല. ഞങ്ങൾ ചെയ്യണം ഉദ്ദേശിച്ച ഒരു സബ്ജക്റ്റ് എടുക്കും. ആ സബ്ജക്റ്റിൽ നന്നായിട്ട് ഇരിക്കും. ഒന്ന് എഴുതി എന്തൊക്കെ വേണം, എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയണ്ട എന്നുള്ള തീരുമാനം എത്തിയ ശേഷം നമ്മളത് ഷൂട്ടിലേക്ക് പോകും. വേറെ ഭയങ്കരമായിട്ടുള്ള ഇരുത്തൊന്നുമില്ല. ഇതിങ്ങനെ വീക്കിലി ഇത്ര വീഡിയോസ് വെച്ച് 2 വീഡിയോസാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യണത്. ചില സമയത്ത് സ്കൂളും കുട്ടികളുടെ എക്സാമും ഇതൊക്കെ വരുമ്പോൾ ഒരു വീഡിയോക്കായി മാറാറുണ്ട്. 2 വീഡിയോ മാക്സിമം ഇടാൻ ട്രൈ ചെയ്യാറുണ്ട്. കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം സിനിമയിലേക്കുള്ള ഒരു യാത്ര കുറച്ചുകൂടെ ഈസി ആവുന്ന പോലെ തോന്നുന്നു. എനിക്ക് എന്നുവെച്ചാൽ നമ്മൾ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്കറിയില്ല, ഞാൻ അങ്ങനെയായിരുന്നു. താല്പര്യമുണ്ട്, ഈ ഓഡീഷൻ അറ്റൻഡ് ചെയ്യുക, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇടയ്ക്കൊരു ഷോർട്ട് ഫിലിം എവിടെയെങ്കിലും കിട്ടുമ്പോൾ അതിൽ പോയി തല കാണിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും വർക്കിൽ AD പോയിട്ട് അതിൽ കൂടെ മെല്ലെ റോൾ ഒപ്പിക്കാൻ നോക്കും. പക്ഷേ ഇപ്പം ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ പണിയെടുക്കുന്നുണ്ട്, എനിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ എനിക്കിങ്ങനെ ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ നമ്മളോട് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുകയും അങ്ങനെയൊക്കെ. ഇപ്പോൾ ചെറിയ വർക്കിൻ്റെ സംസാരം നടക്കുന്നുണ്ട്, ഒന്നും ആയിട്ടില്ല സിനിമയുടെ. അപ്പോൾ ഒന്നും അങ്ങനെ പറയാൻ മാത്രം ആയിട്ടില്ല. ഇത് നടക്കണമല്ലോ. ചെറിയ പരിപാടിയൊക്കെ ആണെങ്കിൽ 2 വട്ടം കട്ട് ചെയ്താൽ തീരാവുന്ന കേസുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി ഈസി അല്ല, കുറച്ചും കൂടി ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കും ആക്ടിങ്ങിനോട് ഇത്രയും ഒരു ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം? എനിക്ക് എൻ്റെ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഒരു മാഷ് ഇങ്ങനെ അഭിനയിക്കാനൊക്കെ സ്റ്റേജിൽ കയറ്റിയത്. അത് എന്താ റീസൺ എന്ന് എനിക്കും അറിയില്ല. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്. എനിക്കത് കാരണം നമ്മൾ സ്ഥിരം പരിപാടിയല്ലല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വീഡിയോസിലൊക്കെ ക്യാരക്ടറുടെ പേര് ജിത്തു എന്നാണ്. ഒരുപാട് ഭാര്യമാരുണ്ട്. അപ്പോൾ ഓരോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ജിത്തുവിൻ്റെ ചെറിയ ചെറിയ മാനറിസങ്ങൾ മാറ്റാൻ ട്രൈ ചെയ്യാറുണ്ട്. അതെന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്. അഭിനയിച്ചിട്ട് ഒരാൾ ഇപ്പോൾ ഒരുപക്ഷെ എനിക്കിപ്പോൾ 10ാം ക്ലാസ്സിൽ 10A+ കിട്ടിയെന്ന് പറഞ്ഞാലും എനിക്ക് ആ സന്തോഷം ഉണ്ടാവില്ല. എനിക്ക് അഭിനയിച്ചിട്ട് ഒരാൾ ഒന്ന് പറയുകയാണ് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ കുറച്ചും കൂടി നന്നായിരുന്നു പറഞ്ഞാൽ അങ്ങനെ വിശന്നിരിക്കുമ്പോൾ റഹ്മത്ത് പോയിട്ട് ബിരിയാണി കഴിച്ച അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ അത് മാത്രമാണ് ചെയ്യാൻ ആഗ്രഹം. ബാക്കിയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നതൊക്കെ ക്യാമറയിലാണോ അതോ ഫോണിലാണോ? എനിക്കൊരു യൂണിറ്റ് ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, JK, മിഥുൻ എന്നൊക്കെ. ഞങ്ങൾ ക്യാമറ ചെറിയ യൂണിറ്റും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം അങ്ങനെ കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ അതൊന്നും റീച്ച് കിട്ടിയില്ല. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അടുത്തു. ഞാൻ അഭിനയിക്കാൻ വേണ്ടി ഇവരൊക്കെ കൂടി കൂടുതൽ ഒപ്പം നിർത്തുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാനും അശ്വാക്കും മാത്രമേ ഉള്ളൂ നമ്മൾ വീഡിയോ എടുക്കാൻ. ഐഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നത് എല്ലാം ഐഫോണിലാണ്. ഓക്കെ. ഇപ്പം ഈ ബിസി ഷെഡ്യൂളൊക്കെ വരുന്നുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, അല്ല ഷൂട്ടിൻ്റെ അല്ല, അല്ലാതെ ഇപ്പോൾ സ്കൂളിലെ തിരക്കും അങ്ങനത്തെ ഒക്കെ വരുന്ന ടൈമിലേക്ക് ഇപ്പോൾ കുട്ടികളുടെ എക്സാം ഒക്കെ വരുമ്പം പറഞ്ഞു ചില ദിവസം ചില ആഴ്ചകളിൽ 2 വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ. അപ്പോൾ അങ്ങനെ വർക്കിൻ്റെ കാര്യത്തിൽ ഒരുപാട് തിരക്ക് വരുന്ന ടൈമിൽ വീഡിയോസായിട്ട് എന്തെങ്കിലും കോംപ്രമൈസ് ഒക്കെ ചെയ്യാറുണ്ടോ? ചെയ്യുന്ന വീഡിയോ മര്യാദയ്ക്ക് ചെയ്യണമെന്നുണ്ട്. വെറുതെ എന്തെങ്കിലും ഈ ആഴ്ചയിൽ വീഡിയോ ഇല്ല എന്നാൽ ചൊവ്വാഴ്ച ഒരു വീഡിയോ ഇടാം, അങ്ങനെ ചെയ്യാറില്ല. ചെയ്യുന്ന വീഡിയോ മാക്സിമം നന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. പിന്നെ ഇപ്പം ഞാനൊരു അധ്യാപനം കൂടി ആയതുകൊണ്ട് എനിക്ക് അവിടുത്തെ കാര്യം ഒഴിവാക്കി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെറിയ കുട്ടികളാണ്. കുറച്ചും കൂടി വലിയ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം ലീവ് എടുത്താലും ഓക്കെ ആയിരിക്കും. ഇപ്പം നമ്മൾ അവിടെ വേണം, ക്ലാസ്സിൽ വേണം. കാരണം LP ആയതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളെ ക്ലാസ്സിലും നമ്മുടെ കുട്ടികളും ഇങ്ങനെയുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്യാറില്ല വീഡിയോയിൽ. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യാറുണ്ട്. അപ്പം ഇനിയിപ്പം വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇനി വേണം ചെയ്യാനായിട്ട്. ഈ ഓണം വെക്കേഷന് കുറച്ചധികം വീഡിയോകൾ ചെയ്തു തീർക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു തീർത്ത് ചെയ്യണം. ബാക്കി കണ്ടന്റിനെ സെറ്റ് ചെയ്യണം. എല്ലാം ഇനിയും കോമഡി തന്നെ ആയിരിക്കുമോ കൂടുതൽ? എല്ലാം ചെയ്യണം, എല്ലാം ട്രൈ ചെയ്യണം. ഏതാണോ വർക്കാവണമെന്ന് അറിയില്ല, എല്ലാം ട്രൈ ചെയ്യും. ഇതിൽ സ്ക്രിപ്റ്റിങ്ങിൽ ആക്ച്വലി അല്ലെന്നും ഓൾറെഡി ഇത് ചെയ്യുന്ന മറ്റേ അശ്വാക്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഈ സ്ക്രിപ്റ്റ് എന്തെങ്കിലും റെഡി ആക്കി കഴിഞ്ഞിട്ട് 2 പേർക്കും 2 ഒപ്പീനിയൻസ് ഉണ്ടാവുമല്ലോ. ഈ ഒപ്പീനിയൻസ് തമ്മിൽ ക്ലാഷ് ആവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്.
അപ്പൊ എങ്ങനെയാ നിങ്ങൾ നമ്മള് ഈ പ്രസവത്തിന്റെ പിടി നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ്? കാരണം ഞാൻ മാരീഡ് അല്ല, എനിക്കിതുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ റെഫറൻസ് എടുക്കാറുണ്ട്. ചിലപ്പോൾ ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ ഒപ്പം വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനോടൊക്കെ, ഇപ്പോൾ അശ്വാക്കിൻ്റെ ഒക്കെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന പ്രിന്റ് ടീച്ചർ എന്നുള്ള ടീച്ചറുണ്ട്, ആ ടീച്ചറെ വിളിച്ച് ചോദിക്കും, ടീച്ചർ ഇങ്ങനത്തെ ഒരു പരിപാടി പ്ലാൻ ഉണ്ട്, ടീച്ചർ ഒന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അവസ്ഥ. ഇപ്പം അമ്മായിയമ്മ മരുമകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കും. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ നൈസായിട്ട് റെക്കോർഡ് ചെയ്യും, പിന്നെ അത് വെച്ചിട്ട് ചെറിയ സ്ക്രിപ്റ്റ് എഴുതും ചെയ്യും. ഓക്കെ, അടിപൊളി. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം, നല്ല കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പറ്റി. എന്താ പറയണേ, സിനിമയിൽ ഇനിയും അഭിനയമാണ് ആഗ്രഹം. ഇപ്പം ഇനിയും സിനിമയിലേക്ക് കയറി കഴിയുമ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ സൈഡ് ആകുമോ? ഇല്ല, എല്ലാ സാധ്യതയും ഉപയോഗപ്പെടുത്തുക. കാരണം ഇത്രയും കാലം ഞാൻ ചെയ്തിട്ടില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോൾ എന്ത് സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. എനിക്ക് വെറുതെ ഒരു പരിപാടിക്ക് വിളിച്ച് ചെയ്യാൻ പറഞ്ഞാൽ, അതിനെ ഒരു തെരുവ് നാടകം കളിക്കാൻ പറഞ്ഞാൽ അത് കളിക്കുക, അത് കളിച്ച് അഭിനയിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം, അതാ ഇഷ്ടം. എനിക്കത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, സിനിമ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഇല്ല, ഇന്നിപ്പോൾ സ്കൂളില്ലായിരുന്നോ? സ്കൂളുണ്ടായിരുന്നു, ഞാൻ ചെറിയ ലീവ് എടുത്ത് HM കേട്ടാ തീരുമാനം. അയ്യോ സോറി, ഞാനായിട്ട് ഇനി അത് പ്രശ്നമാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അല്ല കാണാൻ പറ്റിയാലും സംസാരിക്കാൻ പറ്റിയാലും. ഇനി ഭാവിയിൽ നമ്മളെ സിനിമ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നടനാവട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. കോണ്ടന്റ് വൈസ് ആണെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ ഏരിയാസും ഇനി എക്സ്പ്ലോർ ചെയ്യാൻ എത്രയും പെട്ടെന്ന് തന്നെ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഒരുപാട് വീഡിയോസിനെ പറ്റി സംസാരിക്കണം എന്നുണ്ട്, പക്ഷെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ സമയം കൂടിപ്പോകും. പക്ഷെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് വീഡിയോസ്. ഇന്നലെ എൻ്റെ അടുത്ത് പ്രേക്ഷകരോടും കൂടെയാണ് ഇന്നലെ വിളിച്ചപ്പം വീഡിയോസ് ഫീഡിൽ വരുമെന്ന് ചോദിച്ചപ്പോൾ അതിന് ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു. പക്ഷെ ശരിക്കും എൻ്റെ ഫീഡിൽ വന്നിട്ടുണ്ട്, ശരിക്കും വന്നിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം, ഇനിയും കാണാം. എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ വീഡിയോസ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 4-5 മാസമായിട്ടുള്ളൂ നമ്മൾ വീഡിയോസ് കിട്ടു തുടങ്ങിയിട്ട്. നമ്മൾ തുടക്കക്കാരാണ്, ഈ വീഡിയോ പരിപാടികളിലൊക്കെ തുടക്കക്കാരാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. കാരണം ഞാൻ വിചാരിച്ചില്ല എങ്ങനെയൊന്നും 10 ലക്ഷം ആൾക്കാരോടായിരിക്കും 10 മില്യൺ ഒക്കെ. യൂട്യൂബ് ആണെങ്കിൽ നമുക്കൊരു 2.5 മാസം കൊണ്ടൊരു 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. അപ്പം അങ്ങനെ എൻ്റെ വീഡിയോ കണ്ടിരിക്കുന്ന, മുഖം കണ്ടിരിക്കുന്ന, മൊബൈലിലാണെങ്കിൽ പോലും അങ്ങനെ കണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. ഇനി ഞാൻ മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്യാൻ ട്രൈ ചെയ്യും. വർക്കാവുമെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം കൂടി, യൂട്യൂബിൽ ഇപ്പോഴും ഈ ഇൻസ്റ്റഗ്രാമിലെ റീല് ഷോർട്സിന്റെ ഫോമിലാണ്. യൂട്യൂബിലേക്ക് ഒരു ഫുൾ ലെങ്ത് വീഡിയോ എന്നുള്ള പ്ലാനിങ് ഉണ്ട്. അതിന്റെ എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ 2-3 പരിപാടികൾ. കാരണം നമുക്ക് ഇങ്ങനെ ഒരു സാധ്യത കിട്ടി, നമ്മൾ വെറുതെ അത് അനാവശ്യമായിട്ട് ഒഴിവാക്കണ്ട, നമുക്കത് സാധ്യത മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു എഴുത്ത് കിടക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ അടുത്ത മാസമൊക്കെ ആയിട്ട് അങ്ങനെ വരും. ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്, ഈ ഓൺ ദ റോക്സ് എന്ന പേര് എന്തുകൊണ്ടാ പറഞ്ഞത്? ഓൺ ദ റോക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സുപ്രധാന നിമിഷത്തിൽ ഇങ്ങനെ നമുക്ക് വീഡിയോ അങ്ങനെ വൻ പ്ലാൻ ആയത് തുടങ്ങിയ പരിപാടി ഒന്നുമല്ല. ഓൺ ദ റോക്സ് ഒരു വീഡിയോ ഇടുന്നു, അത് റീച്ച് ആവുന്നു, അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തോ ഇതിൽ റീച്ചായി പോയതാണ്. അടുത്ത വീഡിയോ ഇടുന്നു, അതും റീച്ച് ആവുന്നു. അതിൻ്റെ അടുത്ത വീഡിയോ 2 ദിവസം കൊണ്ട് 3 മില്യൺ വ്യൂസിലേക്ക് കയറി. അപ്പോൾ ഞാൻ വെച്ചാൽ നമുക്കൊരു പരിപാടി തുടങ്ങാം, ഇങ്ങനെ ഒരു പരിപാടി പിടിച്ച് നോക്കാം. അപ്പോൾ നല്ലൊരു പേര് വേണമല്ലോ. പിന്നെ ഹലോ സിനിമയിൽ ലാലേട്ടൻ പറയുന്ന പോലെ ഇടല്ലോ കൂടുതൽ ഒരു ഓൺ ദ റോക്സ് വേണോ. പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ ഇട്ടൊരു പേരാണ് ഓൺ ദ റോക്സ് ഇട്ടതാണ്. ഓക്കെ, അടിപൊളി. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് അല്ലൻ, ഒരുപാട് സന്തോഷം. ഇനിയും കാണാം. താങ്ക് യു.